സുഹൃത്തുക്കളെ, നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. പക്ഷേ ആ, ഓരോ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകും കേരളത്തിലെ ഏറ്റവും തീവ്രമായ രാഷ്ട്രീയ ആയുധം ഏത് എന്ന്. ആ ആയുധം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് RSS ആണ്. RSS ബന്ധമാണ് എതിരാളികൾ. കേരളം ഭരിച്ചിട്ടുള്ളത് UDF-ഉം LDF-ഉമാണ്. ഈ രണ്ട് മുന്നണികളും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ആയുധം അത് RSS ആണ് എന്നുള്ളതാണ്. RSS ബന്ധം, അതായത് എതിരാളികളുടെ RSS ബന്ധം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു, തിരിച്ചതിന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. CPM കോൺഗ്രസിൻ്റെ RSS ബന്ധത്തെക്കുറിച്ച് പറയുന്നു, കോൺഗ്രസ് CPM RSS ബന്ധം എന്ന് പറയുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, കൗതുകകരമാണ് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളിവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ട് എത്ര ദിവസമായി? അല്ലെങ്കിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, ഇന്ന് തീരുമാനമെടുക്കും, CPIയുടെ സമ്മർദ്ദം കടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ട് എത്ര ദിവസമായി? ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ വാർത്തയായി നിറഞ്ഞു നിന്നിരുന്നത് എന്തായിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് എവിടെയാണ് എന്നതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ എന്നുള്ളതാണ്. അത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. സർക്കാർ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും, ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കും എന്ന ആശങ്കയിൽ, അതായത് കൂടുതൽ നടന്മാർക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സ്ത്രീപക്ഷ സർക്കാരാണ് 4 വർഷത്തോളം ഈ റിപ്പോർട്ട് മുക്കിവെച്ചു എന്ന് മറ്റാരും പറയുന്നതല്ല. ഇന്ന് ഹൈക്കോടതി തന്നെ ഏറ്റവും ഒടുവിൽ നടത്തിയ പരാമർശത്തിൽ എന്തുകൊണ്ടാണ് 4 വർഷം ഈ റിപ്പോർട്ട് വൈകിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്രയും വലിയൊരു സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ന് നമ്മുടെ ചർച്ചകളിലില്ല, ചിന്തകളിലില്ല എന്നുള്ളതാണ്. കുറച്ച് പേർ വന്ന് ചില പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ നടത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി എനിക്ക് ആ കേസിൻ്റെ ഗതി എന്താകുമെന്ന സംശയമുണ്ട്. കാരണം അത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ എവിഡൻസ് സൈഡ് അടക്കം വലിയ വീക്കാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് PV അൻവർ എന്ന ആൾ, ഇടത് MLA, അദ്ദേഹം ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നത്. അതിൽ ADGP MR അജിത് കുമാറിനെ കുറിച്ചുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് കേട്ടിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സുജിത് ദാസിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം, സ്വർണ്ണക്കടത്ത് സംഘം, കസ്റ്റംസും കേരള പോലീസും ചേർന്ന് സ്വർണ്ണക്കടത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തുന്നു, വലിയ ഗൂഢാലോചനകൾ നടത്തുന്നു, കേരളത്തിലെ പലരുടെയും മരണത്തിന് പിന്നിൽ MR അജിത് കുമാറാണ് ഉള്ളത് എന്നതടക്കമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. പക്ഷേ ഇന്നത്തെ ചർച്ച എന്താണ്? നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരിച്ചും മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വിഷയത്തിലാണ്. അത് ADGP MR അജിത് കുമാർ വഴി സംസ്ഥാന സർക്കാർ പൂരം കലക്കാൻ RSSൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്നുള്ളതാണ്. മാത്രമല്ല 10 ദിവസത്തിനിടെ തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് RSS മേധാവിയല്ല, BJPയുടെയൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, RSSൻ്റെ മുതിർന്ന നേതാവായ റാം മാധവനെയും കണ്ടു എന്നാണ് ആരോപണം. അത് സർക്കാരിന് വേണ്ടി കണ്ടു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു ചൂടേറിയ ചർച്ചയായി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ പൂരം കലക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒരു പൊളിറ്റിക്കലാണ്. അതായത് വർഷങ്ങൾക്ക് 1.5 വർഷം മുൻപാണ്, പൂരത്തിന് 1.5 വർഷം മുമ്പാണ് കണ്ടതെങ്കിൽ പോലും ഈ കൊല്ലത്തെ പൂരം കലക്കാൻ അന്നേ പ്ലാനിട്ടു എന്നൊക്കെയുള്ള കഥകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന് MR അജിത് കുമാറിനെ തന്നെ വിടണോ എന്ന ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. അതിന് അത്തരം എന്തെങ്കിലും RSSുമായി ബന്ധം വേണമെങ്കിൽ മോഹൻ ഭാഗവതിനുമായി നേരിട്ട് ബന്ധപ്പെട്ടാൽ പോരെ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ തീർച്ചയായും അതിൽ പല യുക്തികളുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പൂരം കലക്കാൻ MR അജിത് കുമാറിൻ്റെ വീട്ടിൽ ഓപ്പറേഷൻ എന്നൊക്കെയുള്ളത് സർക്കാർ ഇടപെട്ടു എന്നുള്ളത് അത്രത്തോളം വിശ്വസനീയമല്ല എന്ന് തന്നെ പറയണം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോവളത്ത് പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു.
തീർച്ചയായും സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും വല്ലാതെ ഇങ്ങോട്ട് വിരട്ടൽ വേണ്ട കേട്ടോ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ വൈറൽ കണ്ടന്റ് ആകുന്നതാണ്. പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. RSS ബന്ധം ആർക്കാണ് എന്ന മറുചോദ്യം നമ്മൾ പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരം കണ്ടിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ആയുധം. അതേ ആയുധം ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കെ സുധാകരൻ മുൻപ് പറഞ്ഞൊരു കാര്യം, RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞൊരു കാര്യം. തലശ്ശേരി കലാപ സമയത്ത് ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തടഞ്ഞത് അത് CPMകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടിയുമായി നേരത്തെ തന്നെ ഈ വിഷയത്തിലൊക്കെ ഇത്തരം നിയമസഭയിൽ ഇത്തരം ഈ കലാപത്തെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടിലൊന്നും ഇത്തരം രേഖകളൊന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിൻ്റെ പല നേതാക്കളും നേരത്തെ അതിന് മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ വിരസം എന്ന് തോന്നാം. കാരണം ഇതിൽ സ്ഥിരം കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു പഴയ ടേപ്പ് വീണ്ടും പ്ലേ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊരു പുതുമയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് തന്നെയാണ് ഇതിൻ്റെ മറുപടി. ഇപ്പോൾ നോക്കൂ, വി മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പുറത്ത് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തതും അങ്ങനെ സംഘപരിവാർ വേദികളിൽ എത്തിയ VD സതീശൻ്റെ ചിത്രങ്ങളടക്കം അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ഒരുപാട് രക്തസാക്ഷികളെ കൊന്നു. അത് നഷ്ടപ്പെടുത്തിയല്ല, രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിന് പിന്നിൽ RSSൻ്റെ പങ്കിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരുമായൊരു ബന്ധത്തിന് തങ്ങൾ തയ്യാറാകുമോ എന്നൊക്കെയുള്ളത് തയ്യാറാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആരുമായും രാഷ്ട്രീയത്തിൽ പലപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്രത്തോളം വിശ്വസനീയമൊന്നും അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. അത്രയും സുതാര്യമാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയവും ഇതിൻ്റെ ഭാഗമായൊക്കെ നടക്കാറുണ്ട് എന്നുള്ളതും കൗതുകകരമാണ്. എന്തായാലും RSSനെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ഈ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ചെറുക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക്, പഴയ ആയുധത്തിലേക്ക് CPM എത്തുന്നു. കോൺഗ്രസിൻ്റെ മറുപടിയും പഴയതൊക്കെ തന്നെയായിരിക്കും. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. ഏതായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇനി ഈ വിഷയം 2-3 ദിവസം കൂടെ പോയി ഇത് അവസാനിക്കാനാണ് സാധ്യത. അപ്പോഴും PV അൻവർ ഉന്നയിച്ച ഗൗരവമേറിയ വിഷയങ്ങൾ അത് 1 മാസത്തേക്ക് കാത്തിരിക്കാനാണ് MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. അത്ര നാൾ കാത്തിരുന്നാലെങ്കിലും അതിന് ഉത്തരം കിട്ടുമോ എന്നുള്ള സംശയം ബാക്കിയാണ്. അതിനിടെ ആരാണ് PV അൻവറിന് പിന്നിൽ എന്ന സംശയം പല CPM നേതാക്കളും ഇപ്പോൾ PP വാസുദേവനെ പോലുള്ള CPMൻ്റെ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി പോലുള്ളവർ ഉയർത്തുമ്പോൾ ആ ചോദ്യത്തിനെങ്കിലും ഉത്തരം കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മുഖ്യമന്ത്രിയുടെ വിശദീകരണം, RSS എന്ന രാഷ്ട്രീയ ആയുധം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്ത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റു വീഡിയോ ഉടൻ കാണാം. നന്ദി.